എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സിറ്റി ഓഫ് ലാൻഡേൺ എന്നറിയപ്പെടുന്ന ഹോയാൻ സിറ്റിയിലാണ്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ നൈറ്റിലുള്ള ഈ ഒരു ബോട്ട് സവാരിയാണ്. ഞങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണിത് കാണാൻ. ലാൻഡൻ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് നമ്മളിവിടെ വരികയാണെങ്കിൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ബോട്ടിലാണുള്ളത്. ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ലൊരു വൈബാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ മൊത്തമായിട്ടുള്ള ആ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റിവർ കൂടെയുള്ള യാത്ര ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവിടെയുള്ള ഹോയൻ സിറ്റി മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ലാൻഡൻസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരുപാട് തോണികൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ ഈ ലാൻഡൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലിരുന്ന് ആൾക്കാരെയും കൊണ്ട് പോകും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഹോയാൻ സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ വിയറ്റ്നാമിലാണ്. സത്യത്തിൽ ഈ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് വന്നൊരു സ്ഥലമാണ് ഈ ഒരു ഹോയാൻ എന്ന് പറയുന്നത്. അതിന് മാത്രം എനിക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഹോയാൻ ട്രിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ കയ്യിലുള്ളത്, അതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന സാധനമാണ്. അതിൽ മെഴുകുതിരിയാണ് ഉണ്ടാവുക. അത് കത്തിച്ചിട്ട് നമ്മൾ റിവറിലേക്ക് ഒഴുക്കി വിടുക ചെയ്യുക. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളെല്ലാവരും അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല രസമായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഫുൾ അത്ഭുതത്തിൽ നിൽക്കുകയായിരുന്നു. കാരണം കുറേ ലാൻഡൻസ്, രാത്രിയാണ്, അതേപോലെ തന്നെ വെള്ളത്തിൽ കൂടെ കുറേ മെഴുകുതിരി കത്തിച്ച് വെച്ചത് ഒഴുകി വരുന്നു. ശരിക്കും നല്ല ഭംഗിയായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഹോയൻ വിസിറ്റ് ചെയ്യുക. കാരണം അത്രയ്ക്ക് രസമായിരുന്നു ആ രാത്രിയിൽ ഈ ഒരു റിവർ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ ആളുകളുണ്ടായിരുന്നു. കാരണം കുറേ തോണികളിങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ നദി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു, ഫുൾ ലൈറ്റൊക്കെ വന്നിട്ട്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല, അത്ര രസം തോന്നുന്നുണ്ടാവില്ല. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നൊരു അനുഭവം അതെനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഈ ഒരു ഹോയൻ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് അത്രയ്ക്ക് കുളിർമ നൽകുന്ന ഒരു കാഴ്ച. അതായത് ഹോയൻ നഗരം മൊത്തം വർണ്ണശബളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നദിയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കാണുകയാണ്. അതൊരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു യാത്ര നമ്മുടെ ലൈഫിലെ മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു മൊമെൻ്റായിരുന്നു ഈ ഒരു യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇവ എല്ലാം അതായത് ചുറ്റുപാടും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കുമായിരുന്നു. ആദ്യം കുട്ടിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ തോണിയിലല്ലേ പോകുന്നത്, മോള് ചെറുതല്ലേ, അവൾക്ക് അത്ര പരിചയമില്ലാത്തൊരു യാത്രയാണല്ലോ. പക്ഷെ പിന്നെ അവൾ അന്ന് ഓണായി, മൊത്തത്തിൽ രസമായി, അവളും കളിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ഈ യാത്ര അവൾ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവസാനം ഈ ഒരു യാത്ര ഏകദേശം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ തോന്നുന്നേ ഇല്ല, അത്രയ്ക്ക് രസമുണ്ടായിരുന്നു ഈ ബോട്ടിലുള്ള യാത്ര എന്ന് പറയുകയാണെങ്കിൽ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിയറ്റ്നാമിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഹോയാൻ. പ്രത്യേകിച്ച് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു ലാൻഡൻ ഫെസ്റ്റിവൽ. ബോട്ട്
ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അവിടെ എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. ഫുൾ ലാൻഡൻസ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറേ അവിടുത്തെ കലാകാരന്മാരുടെ കുറേ കരകൗശല വസ്തുക്കളുണ്ടായിരുന്നു. അതും കണ്ട് ഞങ്ങളങ്ങനെ അത് കൂടെയൊക്കെ നടന്നു. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത് മരത്തിൻ്റെ വേര് കൊണ്ട് അവരുണ്ടാക്കുന്നതാണ്. അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. കാരണം മരത്തിൻ്റെ വേര് കൊണ്ട് ഹോച്ചുമിനെയും അതേപോലെ തന്നെ അവിടുത്തെ പല പല എന്താ പറയുക പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനൊരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം. പിന്നെയും ഞങ്ങൾ വീണ്ടും ആ ഒരു പാർട്ടി മോഡിലേക്ക് പോയി. അവിടെ പാർട്ടി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി. ഭയങ്കര കളർഫുള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മോൾക്ക് പാട്ട് കേൾക്കാനും ഡാൻസ് കളിക്കാനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തിട്ട്. അങ്ങനെ രാത്രി അതിക്രമിച്ചു, ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അവിടെയുള്ള സ്ട്രീറ്റ് ഫുഡുകളൊക്കെ നോക്കി അങ്ങനെ നടന്നു. ഏതെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ അവിടെയുള്ള ഒന്നും പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തതായിട്ടൊന്നും ചിന്തിക്കാതെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിടാ ഈ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോണ്ടൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു എന്താ പറയുക ഹോയൻ സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്തായാലും കഴിക്കണം, ട്രൈ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു ഫുഡായിട്ടായിരുന്നു ഇത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ക്രഞ്ചി ആട്ടോ, നല്ല ഫ്രഷാണ്, ക്രഞ്ചിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിട്ടാണ്. ഇതിൽ പോർക്കും അതേപോലെ തന്നെ തക്കാളി, ഉള്ളി, അങ്ങനെ പിന്നെന്താ പറയുക പെപ്പർ, മല്ലിയില, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹോയൻ പിസ്സ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഫുഡായിട്ട്. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റിലേക്ക് തന്നെ ഇറങ്ങി. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, അതും കേട്ട് അവിടെ നിന്നു. വിയറ്റ്നാമീസ് സിംഗേഴ്സിൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ അത് എന്താ പാട്ടിൻ്റെ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോയാനിലെ വിശേഷങ്ങൾ. ഞങ്ങൾ ഹോയാനിലെ ഏകദേശം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. ഇവിടുത്തെ കുറേ ഫുഡുകളൊക്കെ ട്രൈ ചെയ്തു. ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഹോയാൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. നിങ്ങളും തീർച്ചയായിട്ടും വിയറ്റ്നാം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വരിക. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഈ ഹോയാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റങ്ങൾ ട്രൈ ചെയ്യുക. എല്ലാം നമുക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിയറ്റ്നാമിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.